ശ്രീമദ് ഭാഗവതം ഒരു ശാസ്ത്രഗ്രന്ഥമാണ്, അധ്യാത്മശാസ്ത്ര ഗ്രന്ഥം. പൊതുവെ പലർക്കും ഇത് അറിയില്ല. അവർ വിചാരിച്ചിട്ടുള്ളത് ഭാഗവതം ഒരു പുരാണമാണ്, വെറും കഥ പറയുന്ന ഗ്രന്ഥമാണ് എന്ന് വിചാരിക്കണു എന്ന് ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. മുഹ്യന്തിയൽ സൂരയ, ഹേ രാജാവേ, ഇത് പലരും കേട്ടിട്ട് മോഹിച്ചു പോകുന്നു വെച്ചാൽ ഇതിൽ പറഞ്ഞ കഥകളൊക്കെ ശരിയാണെന്നും അത് മാത്രമേ ശരിയുള്ളൂതും ധരിക്കുന്നു. അതുകൊണ്ട് വളരെ അബദ്ധം വരുത്തിയിട്ടുണ്ട്. അങ്ങനെയല്ല, കഥ പറഞ്ഞത് വേറൊരു ഉദ്ദേശത്തിനാണ്. ആ ഉദ്ദേശം, അതായത് ആശ്രയമാണ് ഈ ജീവിതത്തിലെ പരമലക്ഷ്യം എന്ന് പറയാനാണ് കഥ പറഞ്ഞത്. അതാണ് എടുക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കാണിക്കുന്ന ഒരു പ്രസിദ്ധമായ കഥയാണെന്ന് പറയുന്നത്. അതിന് കേട്ടിരിക്കുക. സാധാരണ ആളുകളൊക്കെ കുചേലവൃത്തം എന്ന പേര്. അത്ഭുതം എന്താ വെച്ചാൽ ഭാഗവതത്തിൽ അങ്ങനെ ഒരു കുചേലവൃത്തം ഒന്നുമില്ല. ഇതിന് സുദാമാചരിതം എന്നാണ് പേര്. 80ാമത്തെ അധ്യായം. അല്ല, മെല്ലെ വായിക്കാം. അതിൽ ഓരോത്തിൻ്റെ അർത്ഥമുണ്ട്. രാജാവ് ചോദിക്കുകയാണ്, എനിക്ക് കുറേ കഥകൾ പറഞ്ഞു തന്നു, ഭഗവാന്റെ ഏറ്റവും വിശുദ്ധമായ ഒരു കഥ കേട്ടാൽ കൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ ശ്രീ ശുഖബ്രഹ്മർഷി ഒന്ന് ധ്യാനത്തിലിരിക്കും. എന്നിട്ട് ഈ കഥ പറയാൻ ശ്രമിക്കുകയാണ്. ശ്രീ ശുഖ ഉവാച, ഞാൻ വായിക്കുകയും ചെയ്യാം. കൃഷ്ണസ്യാസിൽ സഖാ കശ്ചിൽ ബ്രാഹ്മണോ ബ്രഹ്മവിത്തമ വിരക്ത ഇന്ദ്രിയാർത്ഥേഷു പ്രശാന്താത്മാ ജിതേന്ദ്രിയ യദൃച്ഛയോപന്നേന വർത്തമാനോ ഗൃഹാശ്രമി തസ്യ ഭാര്യ കുചേലസ്യ ക്ഷുൽക്ഷാമ ച തഥാവിധ. 2 ശ്ലോകം. ഓരോ വാക്കിനും അർത്ഥമുണ്ട്. കൃഷ്ണസ്യാസിൽ സഖാ കശ്ചിൽ, ശ്രീകൃഷ്ണ ഭഗവാന് ഒരു സഖാവ് ഉണ്ടായിരുന്നു. അത് ആരാണ്? ബ്രാഹ്മണനായിരുന്നു. അടുത്ത വാക്ക് പറയുന്നത് ബ്രഹ്മവിത്ത് തമ, ബ്രഹ്മത്തെ അറിയുന്നവരിൽ വെച്ച് അതിശ്രേഷ്ഠനായിരുന്നു. സാധാരണ ബ്രാഹ്മണന്മാർ ജന്മന ചിലർ ഈ കുടുംബത്തിൽ ജനിച്ചിട്ട് അത് ബ്രാഹ്മണെന്ന് പറയാനേ പാടില്ല. വർണ്ണം ഗുണകർമ്മ വിഭാഗശ, അല്ലാണ്ട് കുടുംബമല്ല. അതന്നെ തെറ്റാണ്. അങ്ങനെ ഗുണകർമ്മങ്ങളെ കൊണ്ടുണ്ടാവുന്ന ആളുകൾ സാധാരണ ബ്രാഹ്മണനേ ഉള്ളൂ. ഇതങ്ങനെയല്ല. ബ്രാഹ്മണ ഉത്തമൻ, അതിലും ഉത്തമന്മാരിലും വെച്ച് ഉത്തമനായിരുന്നു ഈ ബ്രഹ്മത്തെ അറിയുന്ന ആളായിരുന്നു. അത് ഓരോ വാക്കും മനസ്സിലാവും. വിരക്തത, നമ്മൾ ഗീതയിലെ പ്രഭാഷണം കേട്ടിട്ടുണ്ട്. ആസക്തൻ, നേരെ വിപരീതം വിരക്തൻ. ഒന്നിനോടും ഒരു പ്രത്യേകിച്ച് ആസക്തി ഒന്നുമില്ല. വിരക്ത, എന്തില വിരക്തി? ഇന്ദ്രിയാർത്ഥേഷു, ഇന്ദ്രിയങ്ങളുടെ അല്ലെങ്കിൽ വിഷയഭോഗങ്ങളിൽ വിരക്തനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ആരായിരുന്നു? പ്രശാന്താത്മാ, പ്രകർഷേണ ശാന്തമായ ആത്മാവോട് അല്ലെങ്കിൽ മനസ്സോട് കൂടിയനായിരുന്നു. ജിതേന്ദ്രിയ, ഇന്ദ്രിയങ്ങളെയൊക്കെ ജയിച്ചിരുന്നു. ഓരോന്നിനും ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് വിഷമമുണ്ട്. എന്താ ഈ ജിതേന്ദ്രിയൻ? അപ്പോൾ ഇന്ദ്രിയങ്ങളെയൊക്കെ ജയിച്ച ഒരാൾക്ക് സന്താനം ഉണ്ടാവാൻ വയ്യ. എല്ലാ ഇന്ദ്രിയവും ജയിച്ചല്ലോ. ഈ ജനനേന്ദ്രിയമൊക്കെ ജയിച്ച ആളാണ്. അപ്പം അതുകൊണ്ട് ഭാഗവതത്തിൽ ഈ കുചേല ബ്രാഹ്മണന് സുദാമാവ് എന്നവർ, അദ്ദേഹത്തിന് കുട്ടികളുള്ളതായിട്ടുള്ള റെഫറൻസ് പോലുമില്ല. പലരും കുറേ കുട്ടികളുണ്ടായിരുന്നു, പട്ടിണിയായിരുന്നു, എന്തൊക്കെയോ കഥ പറഞ്ഞിട്ടുണ്ടാക്കുന്നത്. വളരെ വ്യക്തമായിട്ട് പറയണു ജിതേന്ദ്രിയ. ഇതിലൊരു ദിക്കിലും ഇദ്ദേഹത്തിന് സന്താനം ഉണ്ടായിട്ട് പറഞ്ഞിട്ടേ ഇല്ല ഈ പുസ്തകത്തിൽ ഇന്ദ്രിയ. അടുത്ത വാക്ക് അതിലേറെ പറഞ്ഞാണ് എതിർച്ചയോപന്നേന. അദ്ദേഹം എങ്ങനെയാണ് ജീവിച്ചത്? എതിർച്ചയ ആരെങ്കിലും കൊണ്ട കൊടുത്താൽ അതുകൊണ്ട് ജീവിക്കും. എന്താ അതിൻ്റെ അർത്ഥം? അതോ അദ്ദേഹം ഒരിക്കലും യാചിച്ചിട്ടില്ല. യാചന ഒരു പ്രവൃത്തിയല്ലേ, ഇതതില്ല. അദ്ദേഹത്തിനോടുള്ള ബഹുമാനം കൊണ്ട് ആരെങ്കിലും അവിടെ കൊണ്ട കൊടുത്താൽ അപ്പം മാത്രം മേടിക്കും. ഒരിക്കലും യാചിച്ചിട്ടില്ല. ഈ 2 അധ്യായത്തിലും അദ്ദേഹം യാചിച്ചായിട്ട് പറഞ്ഞിട്ടേ ഇല്ല. എതിർച്ചോപനേന വർത്തമാന, ജീവിക്കുന്ന ആളായിരുന്നു. അപ്പോൾ സംശയം ചോദിക്കുകയാണ്, നല്ല പല സന്യാസിയായിരുന്നു അദ്ദേഹം? അല്ല, അദ്ദേഹം പറയുന്നത് ഗൃഹസ്ഥാശ്രമനായിരുന്നു. ഭാര്യയുണ്ട്. ഇതിൽ കുട്ടികളുടെ വർത്തമാനം ഇല്ല. ഒരിക്കലും ആയിരുന്നു എന്നുള്ളൊരു ഒരു കാര്യം തന്നെ ഈ ഭാഗവതത്തിലില്ല. അദ്ദേഹത്തിൻ്റെ തസ്യ ഭാര്യ, ഈ കുചേലൻ്റെ ഭാര്യ, കുചൈലസ്യ, ഇവിടെ മാത്രമാണ് കുചൈലൻ, മുഷിഞ്ഞ മുണ്ടുടുത്തവൻ്റെ ഭാര്യ. മുഷിഞ്ഞ മുണ്ടുടുത്തവൻ്റെ എന്നൊരാളുടെ പേരല്ലല്ലോ.
ആ ഭാര്യ എങ്ങനെയായിരുന്നു? ഇദ്ദേഹത്തെ പോലെ തന്നെ വളരെ വിരക്തയായിരുന്നു ഉണ്ടായിരുന്നു. അവർക്ക് ഒരൊറ്റ ദുഃഖം ഉണ്ടായിരുന്നു. അങ്ങനെ ഇടയ്ക്ക് ചിലപ്പോൾ ഭക്ഷണമൊന്നും കിട്ടിയില്ലെന്ന് വരും. തൻ്റെ ഭർത്താവിന് വിഷമം വരാതെ അവർക്ക് അദ്ദേഹം എന്തെങ്കിലും ഭക്ഷണം ബുദ്ധിമുട്ട് കൂടാതെ കൊടുക്കണം, തനിക്കല്ല. അതിനെന്താ വേണ്ടത്? അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയും എൻ്റെ അങ്ങനെ സഖാവാണ് ശ്രീകൃഷ്ണനൊക്കെ. അതുകൊണ്ടാണ് അവർ ആ ശ്രീകൃഷ്ണനെ അവിടെ അത് മാത്രമല്ല ഒന്ന് പോയി കാണൂ എന്നേ പറയണുള്ളൂ. എന്തെന്ന് പണം ചോദിക്കണമെന്ന് പറയണില്ല. കാരണം അറിയാം, ഇതിനെ കണ്ടാൽ അറിയാമല്ലോ പണം ഇല്ലാത്ത ആളാന്നുള്ളത്. അത് ഭഗവാൻ കൊടുത്തരും. ഒന്ന് പോയി കാണൂ, അങ്ങനെ സഖാവല്ലേ എന്ന് മാത്രമേ ആ സാധ്വി പറയണുള്ളൂ, വേറെ ഒന്നുമില്ല. കുഞ്ഞൻ നമ്പ്യാർ ഇതിന് ഒരു വരിയിൽ അദ്ദേഹത്തിൻ്റെ അവിടെ മുഴക്ക് ചോർക്കൊണ്ട് ഒരു വാർഷാരാന്നൊക്കെ കുറേ തമാശയൊക്കെ പറയും. അതൊരു ശാസ്ത്രഗ്രന്ഥമല്ലല്ലോ. അതിൽ ഒരു ശ്ലോകം രസമായിട്ട് പോയി വരാൻ ഇപ്പോൾ പറയുന്നത്, എന്നാകിലോ ഞാനത് ചെന്നു പോരാം, തന്നാകിലോ ഞാനത് കൊണ്ടുപോരാം, നന്ദാത്മജൻ തൻ്റെ മുഖാരവിന്ദം മന്ദസ്മിതാർദ്രം വധ കണ്ടുപോരാം. വളരെ അർത്ഥവത്ത ഈ പറഞ്ഞ പ്രകാരം എന്നാകിലോ ഞാനത് ചെന്ന് പോരാം, തന്നാകിലോ ഞാനത് കൊണ്ടുപോരാം. തന്ന് ചോദിക്കുകയുണ്ടാവില്ല എന്നർത്ഥം. എന്നാൽ പിന്നെ എന്തിനാ പോണത്? നന്ദാത്മജൻ തൻ്റെ മുഖാരവിന്ദം മന്ദസ്മിതാർദ്രം വധ കണ്ടുപോരാം, അതിനാ പോണത്, വേറെ യാതൊന്നുമില്ല. അപ്പോൾ ഇവർ വളരെ കാര്യങ്ങളൊക്കെ പറയും. ഒന്ന് ഭഗവാനെ കണ്ടാൽ മതി, ദൈവത്തിനെ കണ്ടാൽ സംശയമില്ല ഉണ്ടാവുക. ഓരോ കാലം 2-3 പ്രാവശ്യം പറയും, അപ്പോൾ ഒന്നും പറയില്ല. കുറേ പ്രാവശ്യം പറഞ്ഞു, ശരി പോവാം, ഒരു കാര്യം ചെയ്യാം. അപ്പോൾ അദ്ദേഹത്തിനൊരു പരിഭ്രമമുണ്ട്. എങ്ങനെയാ ഇത് ഈ സംഗതി? ഇപ്പോൾ ഭഗവാനെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും ഒരു ഉപഹാരം കൊണ്ടുപോയാൽ കൊള്ളാമെന്നൊരു മോഹമുണ്ട്. എന്താ ചെയ്യുക? ദൈവം ഒന്നും കൊണ്ടുകൊടുത്തിട്ടുമില്ല. അപ്പം ഉണ്ടോ ചോദിക്കലോ? എങ്കിലും ചോദിക്കാന് എന്തെങ്കിലും കല്യാണി നമ്മുടെ അദ്ദേഹത്തിന് കൊണ്ടുപോകാൻ ഇവിടെ വല്ലതും ഉണ്ടോ? കല്യാണി എന്ന് വാക്കിന് അർത്ഥമുണ്ട്. കല്യാണം എന്ന് പറഞ്ഞാൽ അതൊരു മംഗളം എന്നർത്ഥമാണ്. മംഗളം എന്ന് പറഞ്ഞാൽ ശാശ്വത എന്നർത്ഥം. അതുകൊണ്ടാണ് മാംഗല്യം പൊട്ടരുത്, ഭർത്താവ് എപ്പോഴും ജീവിക്കണം എന്നൊക്കെ പറഞ്ഞല്ലോ. അതിന് വല്ലതും തരാൻ ഉണ്ടോ ചോദിക്കാൻ പാടില്ല, കാരണം ഇദ്ദേഹമൊന്നും കൊണ്ടു കൊടുത്തിട്ടില്ല. അത് എന്താ ചോദിച്ചു. വേഗം അവർ പുറമെ പോയി ആ ഗ്രാമത്തിലുള്ള നല്ല പണക്കാരായ 4 വീടുകൾ, അങ്ങനെ തന്നെയാണ് ശ്ലോകം ഇതിൽ. അവിടെ പോയി എന്തിങ്ങനെ എൻ്റെ ഭർത്താവ് ഭഗവാനെ കാണാൻ പോവാണ്, എന്തെങ്കിലും ഒരു ഉപഹാരം തന്നാൽ തിരക്കടില്ല എന്ന് പറഞ്ഞപ്പോൾ 4 വീട്ടിൽ നിന്നും അവല് കിട്ടിയെന്ന, നെല്ലൊന്നുമല്ല. അപ്പോൾ അവരൊക്കെ പണക്കാരാണ്. അതിൽ അവലിൽ നെല്ലും കല്ലൊന്നും ഉണ്ടാവില്ല, തീർച്ചയാണല്ലോ. അങ്ങനെ 4 പിടി അവല് കിട്ടി. അത് ഇനി അഥവാ അതിൽ 1-2 കല്ലുണ്ടെങ്കിൽ അവരത് പറക്കാതെ അതിന് കൊടുക്കുമോ? ഇല്ലല്ലോ. ഈ പറയണതൊക്കെ അർത്ഥമില്ലാത്ത പറയണം. ഇവിടെ കുറേ കല്ലുണ്ടായിരുന്നു ഒക്കെ പറഞ്ഞിട്ട്. ഏതായാലും അത് കൊണ്ടുപോയത് അന്നൊരു എനിക്ക് തോന്നുന്നത് പ്ലാസ്റ്റിക് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു തുണിയിലാണ്, അതിത്തിരി മോഷണമാണ്. അത് ശരിയാ, അതിൽ കെട്ടി കൊടുത്തയച്ചു. ഭാഗവതം വായിക്കുന്ന ഒരു മഹാത്മാവുണ്ട്, ചിദാനന്ദ സ്വാമി. അദ്ദേഹം എന്നോട് ഒരിക്കൽ ഒരു തമാശ പറഞ്ഞു. അദ്ദേഹം എന്ത് വായിക്കുക, ഒരു വലിയ പണക്കാരൻ്റെ അവിടെയാണ് ഭാഗവതം വായിക്കുന്നത്. അപ്പം നാളെയാണ് ഈ കുചേലവൃത്തം വരിക. കുചേലവൃത്തം എന്ന് അവർക്ക് എല്ലാവർക്കും അറിയുള്ളൂ. അപ്പോൾ അവിടുത്തെ വീട്ടിലെ ഉടമസ്ഥ സ്ത്രീ സ്വാമിയോട് ചോദിച്ചു, അത്ര നാളെ ഇപ്പോൾ കുചേലവൃത്തല്ലേ, അപ്പോൾ അവല് നേദിക്കണമല്ലോ, അപ്പോൾ അതിലൊരു 2-4 ഈ നെല്ലോ ഇടണ്ടേ എന്ന് ചോദിച്ചു. അങ്ങനെയാണല്ലോ കൊടുത്തയച്ചത്. അപ്പോൾ സ്വാമി പറഞ്ഞു, നിങ്ങൾക്ക് പരിചയമില്ല കഴിഞ്ഞിട്ടാണ്, യാതൊരു അർത്ഥമില്ല പറഞ്ഞിട്ട് നല്ല അവലാണ് കൊണ്ടു കൊടുത്തത്. നെല്ല് അത്ര വരെ ഈ ദേദിക്കണയിൽ കൂടി 2 കല്ലിടണമെന്ന് എനിക്കാണ് തെറ്റിദ്ധാരണ വന്നിട്ട് അറിഞ്ഞിട്ടേ ഇത് കൈ കൊടുത്തു. അദ്ദേഹം മെല്ലെ നടന്നു പോണു. അതൊക്കെ വളരെ വിസ്തരിച്ച് വിശദീകരിക്കുന്ന ഭാഗവതത്തിൻ്റെ ഭാഗം. ദ്വാരകയിലെത്തണം. ദ്വാരക പറഞ്ഞാൽ എന്താ പറയുക, ഒരു വലിയ സിറ്റി പോലെയാണ്. എന്തെല്ലാം സൗകര്യങ്ങളെന്ന് പറഞ്ഞാൽ അത്ര ഉണ്ട്. ഏതാ ഭഗവാൻ താമസം അറിയില്ല. പക്ഷേ ഇദ്ദേഹത്തിനെ കാണുമ്പോൾ ആരും തടസ്സപ്പെടുത്തുന്നില്ല, അദ്ദേഹത്തിൻ്റെ ആ ബ്രഹ്മ തേജസ് കണ്ടിട്ട്. അങ്ങനെ അന്ന് എവിടെയാണ് ഒരു ഗ്രഹം കണ്ടു. അതിൻ്റെ പടിക്കൽ അവിടെ എത്തുമ്പോൾ ഭഗവാൻ എഴുന്നേല മാളിക അത്രയും അതിൻ്റെ മുകളിലിരിക്കും. എന്താണ് ഇദ്ദേഹത്തിനെ കാത്തുകൊണ്ടിരിക്കുകയാണ്, എപ്പോഴാണ് വരിക എന്നിട്ട്.
കണ്ട വഴിക്ക് അവിടുന്ന് ഓടി വരും. ഓടി വന്ന് ഈ ഇദ്ദേഹത്തിനെ കെട്ടിപ്പിടിച്ചിട്ട് ഒരേറ്റ് കണ്ണുനീര് വന്നു എന്നാ അദ്ദേഹത്തിന്. എന്തുകൊണ്ടാണ് ഈ കണ്ണുനീര് വന്നത് എന്ന് ഇതിൽ പറഞ്ഞിട്ടില്ല, നമ്മൾ ഊഹിക്കണം. ഞാൻ മനസ്സിലാക്കുന്നത് ആനന്ദത്തിൻ്റെ കണ്ണീരാണ് തൻ്റെ ഭക്തനെ കണ്ടിട്ട്, അല്ലാണ്ട് ദുഃഖം കൊണ്ടാവില്ല. ഭഗവാൻ ദുഃഖിച്ച് കരയ്ക്കാൻ വയ്യല്ലോ. അതിനെ കൊണ്ടുപോകണം. അവിടെ കൊണ്ടുപോയിട്ട് ആ വലിയ അദ്ദേഹത്തിൻ്റെ സ്ഥലമുണ്ട്. മുറിയിൽ ചെന്നിരുന്നപ്പോൾ സാധാരണ ബലഭദ്രരുടെ ജ്യേഷ്ഠൻ വന്നാൽ ഒരു ആട്ടുകട്ടിലുണ്ട്, അതിലിരുത്തി ആണ് പൂജിക്കുക. അതുപോലെ ഇദ്ദേഹത്തിനെയും അവിടെ തന്നെ ബലഭദ്ര എങ്ങനെ ബഹുമാനിക്കുമോ അത്ര ബഹുമാനം ഈ ആട്ടുകട്ടിലിരുത്തി സ്വർണം കൊണ്ടൊരു പാത്രം കൊണ്ടുവന്ന് കാല് അലുവപ്പിച്ച് അത് കാല് കഴിയിപ്പിക്കുക. പാദക്ഷാളനം എന്നാണ് വരെ കാല് കഴിയിപ്പിക്കുക എന്നുണ്ടല്ലോ. നമ്മൾ വീട്ടിൽ വന്നാലും പണ്ടൊക്കെ ഒരു കിണ്ടി എന്നിട്ട് വെള്ളം കാല് കഴുകിയിട്ട് അങ്ങനെ ഒരു ഏർപ്പാടുണ്ട്. അത് കഴിഞ്ഞ് ആ വെള്ളമൊക്കെ എല്ലാവരെയും തളിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹത്തിനെ പൂജിക്കുക. ഇതൊക്കെ കണ്ടപ്പോൾ രുക്മിണി വെഞ്ചാമരം എടുത്തിട്ട് അദ്ദേഹത്തിനെ വീശിയാണ്. അപ്പോൾ ഈ സ്ത്രീകൾ ഇതൊന്നും മനസ്സിലാവില്ലല്ലോ. എന്താ ഇങ്ങനെ ഒരു അത്ഭുതം? ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു എല്ലും തോലുമായിട്ട് കണ്ട ദരിദ്രനായിട്ടുള്ള ഒരാളുടെ ഇങ്ങനെ പൂജിക്കണമെങ്കിൽ എന്താ അത് കഥ? അദ്ദേഹത്തിന് എത്ര അവർക്ക് ദേഷ്യമല്ല, അവർക്ക് അത്ഭുതം തോന്നി. എന്തൊരു മഹാഭാഗ്യവാനാവണം ഇദ്ദേഹം എന്ന് അവർ പറഞ്ഞപ്പോൾ ഭഗവാന് മനസ്സിലായി ഇവർക്ക് ഇത് അറിയില്ലല്ലോ, അപ്പോൾ അത് അറിയിക്കണമല്ലോ. അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. ബ്രഹ്മൻ തന്നെ വിളിക്കുക. നമ്മൾ പഠിപ്പ് കഴിഞ്ഞു പോയ ശേഷം കല്യാണമൊക്കെ കഴിച്ചില്ലേ, സന്താനം അല്ല ഇതൊക്കെ ഇല്ലേ ചോദിക്കണ്ട, കണ്ടറിയാം. ആ പൂണുകളിൽ കല്യാണം കഴിച്ചാൽ അതിന് ഇന്നമാതിരി നിയമമുണ്ട്, അവരെ കണ്ടറിയാം ബ്രഹ്മചാരി അല്ല എന്നുള്ളത്. സ്വാഭാവികമായിട്ട് ഇങ്ങനെ പട്ടിണിയുള്ള ഒരാളാണെങ്കിൽ ഒന്നും പറയണ്ട, കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ കണ്ട് വളരെ കഷ്ടപ്പാടിലാണ് എന്ന് പറയണ്ടേ. ഒരക്ഷരം ഈ സുധാമാവ് മിണ്ടുകയില്ല. അവിടെ ഇങ്ങനെ ചെറുക്കിയുള്ളൂ, ചോദിക്കുന്നതിനൊന്നിനും ഉത്തരം പറയില്ല. അതിൽ ഭഗവാൻ പഠിച്ച പണി പഴുതിനിട്ടും നോക്കിയെന്ന് ഇതൊക്കെ തമാശയായിട്ട് പറയണത് കേട്ടോ, കാര്യം ഉണ്ട് അതിൽ. പഠിച്ച പണി 18 നോക്കുക. എന്തിന്? ഇദ്ദേഹത്തിനെ ഒന്ന് ഇരക്കാൻ നോക്കുവാൻ. ഭഗവാൻ അറിയാം ഇദ്ദേഹം ഇരക്കില്ലാന്ന്. ഈ ബാക്കിയുള്ളവർക്ക് ബോധ്യപ്പെടുത്താനായി ചെയ്യുന്നത്. ഭഗവാന് മനസ്സിലാവുന്നില്ലല്ലോ. ഇങ്ങനെയാവണം ഭക്തനെ നമ്മളെ പഠിപ്പിക്കുക. ചോദിച്ചാലും പോലും ഭഗവാൻ പണം ചോദിച്ചാലും വേണ്ടാന്നേ പറയുള്ളൂ. പ്രഹ്ലാദിൻ്റെ കഥയിലറിയാം. എന്താ പ്രഹ്ലാദ വരം വേണ്ടോ ചോദിച്ചു. അപ്പോൾ പ്രഹ്ലാദൻ ചോദിച്ചല്ലോ, എന്താ ഭഗവാൻ നമ്മൾ ഇതിലെ കച്ചവടമൊന്നുമില്ലല്ലോ ചോദിച്ചു. ഞാൻ അങ്ങോട്ട് ചെയ്യാന്നിരിക്കും വരം തരാം, നമ്മൾ തമ്മിൽ വണിക് കച്ചവടക്കാരൊന്നുമല്ലല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ കഥകളൊക്കെ ഇതൊക്കെ നമ്മെ ഈ ഭക്തന്മാരാണെന്ന് വിചാരിക്കുന്നത് നമ്മളെ പഠിപ്പിക്കാനാണ്. ഭഗവാനോട് നമ്മൾ യാചിക്കേണ്ട കാര്യം എന്താ? അദ്ദേഹം സർവജ്ഞനല്ലേ, നമ്മളുടെ എല്ലാ കാര്യവും അറിയില്ലേ. നമ്മളൊന്നും അങ്ങോട്ട് പറയണ്ട, ഒക്കെ ചെയ്തോളും. ഏതായാലും കുറേ നേരം സംസാരിക്കും. അപ്പോൾ ഒക്കെ ചെറുക്കിയുള്ളൂ ഇദ്ദേഹം. അപ്പം ഭഗവാൻ ഇവർക്ക് മനസ്സിലാക്കി കൊടുത്തു. നോക്കൂ, ഇതാണ് ഭക്തൻ, എന്ത് ചോദിച്ചാലും ആവശ്യപ്പെടില്ല, അത്ര കേമനാദ്യം. അപ്പോൾ ആരാ അദ്ദേഹം എന്ന് അറിയണ്ടേ ഇവർക്ക്? അതിന് അദ്ദേഹം പഴയ കഥ എടുത്തു. നമ്മൾ പണ്ട് ആ ഗുരുകുലവാസം ഉണ്ടായല്ലോ, അവിടെ താമസിക്കുന്ന കാലത്ത് 64 ദിവസമാണ് ഉണ്ടായിട്ടുള്ളൂ. അന്ന് ഒരു ദിവസം എന്തോ ഭാര്യ കുറച്ച് വിറക് വേണം പറഞ്ഞു. നമ്മൾ രണ്ടാളും വിറകിന് പോയി. നേരം വൈകിട്ട് ഒരു 4-4:30 പോയത്. വിറകൊക്കെ തയ്യാറാക്കി. അപ്പോൾ അന്ന് മഴ പെയ്യണ കാലല്ല, ഋതു അതല്ല, ഈ വർഷ ഋതുവല്ല. എന്നിട്ടും ചിലപ്പോൾ കുംഭമാസത്തിലൊക്കെ വളരെ മഴ പെയ്യില്ലേ. അങ്ങനെ പെട്ടെന്ന് വല്ലാതെ മഴ പെയ്തു. മഴ പെയ്തെന്ന് മാത്രമല്ല, കുണ്ടും കുഴിയും ഒന്നും അറിയില്ല, നിറച്ച് വെള്ളം. ഇത് തലയിൽ ഇത് വെച്ചിട്ട് വിറകുണ്ട്. അവിടെ സന്ധ്യയായി, വഴി അറിയില്ല. നമ്മളവിടെ നിന്നു. അപ്പോഴായിരിക്കണം ഗുരുനാഥൻ വന്നു. കുട്ടികളെവിടെ ചോദിച്ചു. അപ്പോൾ വിറകിന് പോയി വന്നിട്ടില്ല. അദ്ദേഹത്തിന് വല്ലാത്ത വിഷമമായി. എവിടേക്കാണ് തരിക? അന്നത്തെ ഇങ്ങനെ ടോർച്ചൊന്നുമില്ലല്ലോ. വിളിച്ചാൽ നമുക്ക് അത് നേരത്തെ അദ്ദേഹം കുട്ടികളെ തട്ടി വരുമ്പോൾ ഏകദേശം ഒരു പ്രകാശമാകുമ്പോൾ കുട്ടികൾ 2 ഒരു മരത്തിൻ്റെ ചുവട്ടിൽ 2 തലയിൽ വിറകുമായിട്ട് വയ്ക്കും. അദ്ദേഹം ഓടി വന്നു. അന്നേരം ഓടി വന്നിട്ട് ഈ കുട്ടികളുടെ കയ്യിൽ നിന്ന് വിറക് 2 എടുത്ത് താഴ്ത്തു വെച്ചു. ശിഷ്യന്മാരെ, നിങ്ങളുടെ ശിരസിൽ ഈ വിറകല്ല വെക്കേണ്ടത്, എൻ്റെ കൈയാണ് എന്ന് പറഞ്ഞിട്ട് 2 അനുഗ്രഹിച്ചു. വളരെ നന്നായിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട്. അതൊക്കെ ഓർമ്മയില്ലേ? അന്ന് അങ്ങനെ ആ ഗുരുനാഥൻ അനുഗ്രഹിച്ചുകൊണ്ടല്ലേ ഇന്ന് നമ്മളൊക്കെ അത്ര സുഖമായിട്ട് ജീവിക്കുന്നത് എന്ന് ഭഗവാൻ പറയും. അവിടെ എന്താ ചോദ്യം? ഇയാളിപ്പോൾ സുഖമായിട്ടായിരിക്കണം, വളരെ പത്നി അദ്ദേഹം സുഖമാണ്. എങ്കിലും പുറമുള്ള ആളുകൾ കണ്ടാൽ ദാരിദ്ര്യം വരും.
അപ്പോൾ അതങ്ങനെയല്ലല്ലോ എന്ന് പറഞ്ഞ് അവിടെ പറയുമ്പോൾ ഭഗവാൻ ഈ ഗുരുകുലത്തെ വാസത്തെ പറ്റിയിട്ട് പ്രത്യേകിച്ചും പറയുന്നുണ്ട്. എല്ലാ ജീവിതത്തിലുള്ള അനുഗ്രഹത്തിൻ്റെയും മൗലിക കാരണം ഗുരുവിൻ്റെ അനുഗ്രഹമാണ്. ഗുരോരനുഗ്രഹേന പുവാൻ ഗുരുനുഗ്രഹ പുമാൻ പൂർണ്ണ പ്രശാന്തയെ. ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഇവൻ മനുഷ്യൻ പരമമായ ശാന്തിയെ പ്രാപിക്കുന്നത് എന്ന് പറഞ്ഞ് അപ്പോൾ ഇവർക്ക് മനസ്സിലായി സഖാവാണ്, ഒപ്പം പഠിച്ച ആളാണ്, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ മനസ്സിലായി. ഇത്രയും പറയുമ്പോഴും അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല. ഈ ഗുരുനാഥൻ്റെ അനുഗ്രഹം കൊണ്ടാണ് നമുക്ക് ഇതൊക്കെ ഉണ്ടായത് എന്ന് പറഞ്ഞപ്പോൾ മാത്രം 4 വരി ഈ ഇതിൽ ഭഗവാനോട് ഈ സുദാമാവ് പറഞ്ഞതുള്ളൂ. ഞാനത് വായിക്കാം. ബ്രാഹ്മണ വാച കിമസ്മാഭിർ അനിർവൃത്തം ദേവദേവ ജഗൽപദേ ഭവതാ സത്യകാമേന യേഷാം വാസോ ഗുരാവഭൂത് ഛദ്വോമയം ബ്രഹ്മ ദേഹ ആപപനം വിഭോ ശ്രേയസാം തസ്യ ഗുരുഷു വാസോ അത്യന്ത വിഡംബനം. ഞാൻ മലയാളം പറയാം, നല്ല മനസ്സിലാവും. അങ്ങ് ഈ എന്തിനാ അവിടെ പഠിക്കാൻ പോയി? അങ്ങയുടെ ശ്വാസമാണ് ഈ വേദങ്ങളൊക്കെ. അപ്പം അത് പഠിക്കാൻ വേറെ ആൾക്ക് പോകണം ഇല്ല. ഗുരുനാഥന് ശ്രീകൃഷ്ണൻ്റെ ഗുരുനാഥനാണ് എന്ന മാഹാത്മ്യം കിട്ടാൻ വേണ്ടി മാത്രം അവിടെ പോയിട്ട് ഗുരുകുലവാസം ചെയ്തത് അത്യന്ത വിഡംബനം, ഒരു കളി കാണിച്ചതല്ലേ ഇത്, അല്ലാണ്ട് യാതൊന്നുമില്ലല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞ് മിണ്ടി. പിന്നെ മിണ്ടിയില്ല, പണം ചോദിക്കണില്ല. ഒരധ്യായം, ആദ്യത്തെ അധ്യായം കഴിയണം. അപ്പോൾ ഇനി ഈ മഹാനെ പറ്റി അദ്ദേഹത്തിനറിയാം, ഇത് വേദങ്ങളുടെ സാരായിരിക്കുന്ന ശ്രീകൃഷ്ണൻ. ഗുരുനാഥനൊന്നും ആവശ്യമില്ല. ഗുരുനാഥന് കേമത്തുണ്ടാവാൻ, ശ്രീകൃഷ്ണൻ്റെ ഗുരുനാഥനാണെന്ന് ആവാൻ വേണ്ടി വിഡംബനം വെച്ചാൽ നാട്യല്ലേ ഇത് എന്ന് വരെ പറഞ്ഞപ്പോൾ ഇവിടെ ഒന്നും ചിലവാവില്ല. നല്ലോണം ബുദ്ധി. അടുത്ത അധ്യായം തുടങ്ങുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് വിഷമത്തായി. അദ്ദേഹത്തിന് എന്തെങ്കിലും കൊടുക്കണമെന്നറിയാം. ഭഗവാൻ സർവജ്ഞനല്ലേ, എല്ലാ കാര്യമില്ലേ, എന്തെങ്കിലും കൊടുക്കണം. ചോദിക്കുന്നില്ല. അപ്പോൾ എന്തെങ്കിലും ഇങ്ങോട്ട് തന്നാൽ അങ്ങോട്ട് കൊടുക്കുക, ഇല്ലേ, ഒരാളെ കാഴ്ച കൊടുക്കുക എന്നല്ലോ. കൃഷിക്കാരെ ചെറിയൊരു കാഴ്ച കൊണ്ടുവരും, അതിന് വലിയ സാധനം അങ്ങോട്ട് കൊടുക്കും. 2 കുമ്പളങ്ങയായിട്ട് കൊണ്ടുവരും. ഇവർ 2 മുണ്ടും 100 ഉറുപ്പിയും കുറച്ച് എണ്ണയൊക്കെ കൊടുക്കും ഇവിടുന്ന്. അങ്ങനെയാണ്. അപ്പോൾ ഇത് കൊണ്ടുപോകുന്നുണ്ടല്ലോ, അവൽ കൊണ്ടുവന്നു ഭഗവാനെ അറിയില്ലേ, അത് ഇവിടെ തന്നാൽ എന്തെങ്കിലും കൊടുത്താൽ അല്ലെങ്കിൽ അധികം മേടിക്കണ്ടാവില്ല. എന്താ വേണ്ടത്? കുറച്ച് പ്രാവശ്യം നോക്കി, എന്ത് ചെയ്തിട്ടും അധികം അത് തരുന്നില്ല. അപ്പം ഭഗവാൻ എന്താണ് വല്ലതും കൊണ്ടുപോകുന്നുണ്ടോയെന്ന് ഭഗവാൻ അങ്ങോട്ട് ചോദിച്ചു. ആയിരുന്നു ഭഗവാനെ പേർക്കണം. അപ്പോഴും കൊടുക്കണില്ല. അപ്പം ഭഗവാന് പിന്നെ ആലോചിച്ചു. നമ്മളാലോചിക്കാനാണ്. മനസ്സിലായി എന്തെങ്കിലും കൊണ്ടുവന്നുണ്ടോ? ഞാൻ അങ്ങനെ കുറച്ച് അവല് കൊണ്ടുവന്നുണ്ട്, അത് കൊണ്ടുവന്ന് കൊടുത്തു. അപ്പം എന്തായാലും ഞാൻ വല്ലതും കൊടുത്താൽ ആദ്യം പറഞ്ഞ എതിർച്ചയോപന്നേന എന്നുള്ളത് തെറ്റും. അവല് കൊടുത്തതിന് മകരാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം തരാത്തത്. തന്നിട്ട് വയ്യ ഉണ്ടാണ്ടിരിക്കുക. അപ്പം ഇനി എന്താ മാറി? അപ്പോൾ ഭഗവാൻ ഇങ്ങോട്ട് തട്ടിപ്പറിച്ചു. അതിന് സുദാമാവ് കൂട്ടാൻ പറ്റില്ലല്ലോ. തട്ടിപ്പറിച്ചിട്ട് പറഞ്ഞു, പാല് തുറന്നു. എന്തൊരു സന്തോഷം, തനിക്കറിയാം എനിക്ക് ഏറ്റവും അധികം ആ വിലാഷ്ടതുള്ളത്, അതെന്നെ കൊണ്ടുവന്നിരിക്കണമല്ലോ എന്ന് പറഞ്ഞ് വളരെ സന്തോഷമായി. ഇത് കാണിച്ച് വേഗം ഒരു മുഷ്ടി എടുത്തിട്ട് അങ്ങോട്ട് കഴിച്ചു ഭഗവാൻ. 2ാമത്തെ മുഷ്ടി എടുക്കുമ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ പറയാ ഈ ശ്രീ ഭഗവതി കൈ പിടിച്ചു, കാരണമുള്ള പണമൊക്കെ ഇപ്പോൾ അങ്ങോട്ടാ പോവും എന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്കിതൊക്കെ ശീലമുള്ളൂ, അങ്ങനെയാണ്. അത് ബുദ്ധിമുട്ട്. അതൊന്നും ഇതിലില്ല. ഭാഗവത് പറയണത് വേണ്ടത്ര സമ്പത്ത് ആ 1ാമത്തെ പിടികൊണ്ട് തന്നെ ആയിട്ടുണ്ട്. 2ാമത് കൊടുത്താൽ അമ്മയ്ക്ക് ഈ സമ്പത്ത് പോണേനല്ല, ഇവർ സമ്പത്തിൻ്റെ ദേവതയാണ്. അപ്പം മുഴുവൻ സമ്പത്തും ആ ബ്രാഹ്മണൻ്റെ അവിടെ പോയാൽ ലക്ഷ്മി ദേവി അവിടെ താമസിക്കേണ്ടി വരും. സമ്പത്തിൻ്റെ ദേവതയാണല്ലോ. അപ്പോൾ ആ സമ്പത്ത് പോണേന് അവർക്ക് വിഷമില്ല. അപ്പോൾ ശ്രീകൃഷ്ണനെ പിരിഞ്ഞിരിക്കേണ്ടി വരും. അത് വയ്യ. സമ്പത്ത് മുഴുവനും കൊടുത്തോളൂ.
ഭഗവാനെ പിരിഞ്ഞിരിക്കണത് ഇത് വരുത്. കാരണം ശ്രീനികേതനൻ എന്നാ പേര്. ഭഗവാന്റെ മാറിൽ വേണം ആർക്കിരിക്കാൻ, ശ്രീ ഭഗവതിക്ക്. അല്ലെങ്കിൽ ഇരിക്കാൻ സ്ഥലമില്ലാത്ത സ്ത്രീയാണ്, അത്ര കേമ ഭഗവാന്റെ. അത് വയ്യല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അവർ ആ മതി എന്ന് പറഞ്ഞത് പിടിച്ചത്. അല്ലാണ്ട് പണം കൊടുക്കണം, നമ്മൾക്ക് മറ്റിച്ച് ധാരണ എങ്ങനെയാ പരിചയല്ലേ, അതൊക്കെ കൊടുക്കണമല്ലോ തോന്നുന്നു. അതില്ല. അപ്പോൾ ഭഗവാൻ മനസ്സിലായി. പിന്നെ അവിടെ കഴിച്ചു. അന്ന് അവിടെ പിന്നെ താമസിച്ചു, സന്തോഷമായി. വളരെ പിറ്റേ ദിവസം രാവിലെ എന്നാൽ വീട്ടിൽ പോകേണ്ട കാര്യമില്ല ചോദിച്ചു. പോകാൻ പറഞ്ഞു. ആ പഴയ കുടയൊക്കെ എടുത്ത് കൊടുത്തു, എന്നിട്ട് പറഞ്ഞേക്കും ചെയ്തു. ഭഗവാനൊന്നും ചോദിച്ചില്ല, അധികമായിട്ട് വാങ്ങൂലല്ലോ, എതിർച്ചാണ്, മടങ്ങിപ്പോരാ. അപ്പോഴും നമ്മുടെ ആൾക്കാർ വരിക അങ്ങനെ പറയുമ്പോൾ എന്താ വിചാരിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്നോടൊന്നും ചോദിച്ചില്ലല്ലോ, തന്നില്ലല്ലോ, അല്ലെങ്കിൽ ഭഗവാനെ പറ്റി ഒരു ആക്ഷേപമല്ലേ പറയാം. അതൊന്നും പറഞ്ഞില്ലെന്ന് മാത്രമല്ല, ഇവിടെ ഒരു ശ്ലോകം ഉണ്ട്, അത് വായിച്ചാൽ ഇതിൻ്റെ ക്രക്സ് എന്ന് പറയില്ലേ, അതിൻ്റെ മൗലികമായ കേമത്വം അത് പറയുന്ന ഒരു ശ്ലോകമുണ്ട്. അദ്ദേഹം വിചാരിക്കണേ എന്തൊരു കേമാണ്, ഞാൻ എത്ര ദരിദ്രനായിട്ടുള്ള കീർത്തോണിയൊക്കെ എന്നെ ആരോധന അടക്കി എന്താണ് കെട്ടിപ്പിടിക്കുക, ആ ജ്യേഷ്ഠനിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോകുക, കാല് കഴുകുക, അതിൻ്റെ പാദദർശനം എല്ലാവർക്കും കൊടുക്കുക, അവരെ രുക്മിണി ദേവിയെ കൂടെ വീക്ഷിപ്പിക്കുക. എന്തൊരു ഔദാര്യമാണ് ഈ ഭഗവാൻ ചെയ്തത്, ഇത്രയൊക്കെ ചെയ്തുല്ലോ, എന്തൊരു കേമാണ് എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും എനിക്കൊന്നും തന്നില്ലയോ എന്നുള്ള ഒരക്ഷരം ഈ ഭാഗവതത്തിലില്ല. മാത്രമല്ല ഒരു ശ്ലോകമുണ്ട്, എന്നിട്ട് പറയാണ്, ഞാൻ ഈ ശ്രീകൃഷ്ണ ഭഗവാന് കാരുണ്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇന്നാണ് എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ മഹത്വം. അതെന്താ വെച്ചാൽ, ഞാൻ വാസലൊരു പൊട്ടനാണ്. ആ സ്ത്രീ പറഞ്ഞു ഒത്തിരി പണം കിട്ടാൻ വെച്ചിട്ട് വാവിൽ കൊണ്ടുപോയി പാടുന്നു. അവിടെ വന്നാൽ ഭഗവാൻ വേണമെങ്കിൽ കുറച്ച് പണമൊക്കെ തരും എനിക്ക്, ഒരു വിഷമില്ല, എന്ത് വേണമെങ്കിൽ ചോദിച്ചു തരും. ഈ പണം കിട്ടിയാൽ അഹങ്കാരം ഉണ്ടാവും, അഹങ്കാരം ഉണ്ടാകുമ്പോൾ ഭക്തി ഇല്ലാണ്ട് പോകും, അപ്പോൾ ഞാൻ നശിക്കും. അതുകൊണ്ട് ഞാൻ വിഡ്ഢിയായിട്ട് പണം ചോദിക്കാൻ പോയപ്പോഴും ഞാൻ അങ്ങനെ പണക്കാരനായിട്ട് ഈശ്വരഭക്തിയിൽ നിന്ന് തെറ്റിപ്പോയി നശിക്കാൻ ഇടവരുതെന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടും അല്ല തരാണ്ട് പണം തരാണ്ട് എന്നെ അങ്ങോട്ട് പറഞ്ഞേച്ചില്ലേ. ഇത്ര കാരുണ്യം ഈ കൃഷ്ണന്. നമുക്ക് അനവധി ആൾക്ക് ഈ ശ്ലോകം അറിയില്ല, അല്ലെങ്കിൽ പറയാറില്ല. ഇതിലും മേലെ ഒരു ഭക്തി ആർക്കാളത്, ഭഗവാൻ പണം തരാതെ പറഞ്ഞയച്ചത് കാരുണ്യം കൊണ്ടാണെന്നാ. എന്തുകൊണ്ട്? പണം ഉണ്ടായാൽ ഈശ്വരനെ മറക്കും. അപ്പോൾ ഇത് ഭാഗവതം വായിക്കുന്നവരൊക്കെ ഒന്ന് മനസ്സിലാക്കണം. അപ്പോൾ നമ്മളൊക്കെ ഭഗവാൻ നമുക്ക് ധാരാളം സമ്പത്തെന്ന് വെച്ചാൽ എന്താ അർത്ഥം? നമ്മളെ ഭഗവാൻ അനുഗ്രഹിക്കുകയല്ല, നിഗ്രഹിക്കുകയാണ് അല്ലേ? നമ്മളിപ്പോൾ എല്ലാവരും അമ്പലത്തിൽ പോകുന്നത് എന്തിനാ? ഇത് കിട്ടാൻ അല്ലേ? അതാ ഭക്തി. ശരിക്കുള്ള ഭക്തൻ അങ്ങനെയല്ല. ഒന്നും ഭഗവാൻ തന്നില്ല വെച്ചാലാണ് പരമഭക്തനാണെന്ന് നോയെ കാണിക്കാനല്ലേ ശ്ലോകം. ഞാൻ ആ ശ്ലോകം, അധനോയം ധനം പ്രാപ്യ മാദ്യാൻ ഉച്ചൈർ മാം സ്മരേൽ ഇതി കാരുണ്യികോ നൂനം ധനം മേ അഭൂരി ദാദാൽ. അധനോയം, ഈ ധനമില്ലാത്ത അവൻ, ധനം പ്രാപ്യ, പണം ധാരാളം കിട്ടിയാൽ, മാദ്യാൽ മതിക്കുവൻ, ഉച്ചേർ മാം ന സ്മരേൽ, അപ്പോൾ പണം ഉണ്ടായ എന്നെ സ്മരിക്കില്ല. ഇത് സഞ്ചിന്യ, ഇങ്ങനെ വിചാരിച്ചിട്ട് ആരെന്താണ് അദ്ദേഹം എനിക്ക് പ്രാപ്ത എന്താണ് ഭൂരിമേത് എനിക്ക് വളരെയധികം പണം തന്നില്ല. അദ്ദേഹം തന്നത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്, ഭഗവാന്റെ അനുഗ്രഹം കൊടുത്തിറക്കുന്നത്, അത് എനിക്ക് കിട്ടിയല്ലോ എന്ന് വെച്ചാൽ നടക്കുക. അപ്പോൾ ഭഗവാൻ പണം തരാഞ്ഞത് ആണ് അനുഗ്രഹം എന്നറിയണം ആര്? ഭക്തൻ. നമുക്ക് മതമുണ്ടാക്കുന്ന ഈ സാധനങ്ങൾ കിട്ടിയാൽ ഈശ്വരാനുഗ്രഹം ഇല്ലയെന്നാണ് വിചാരിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിലെ പിള്ളേർക്ക് വിഷമമൊന്നുമില്ല. കഴിഞ്ഞ് മടങ്ങി ഇങ്ങനെ വരുന്നു. കുറച്ച് കഴിയുമ്പോഴാണ് സ്ഥലമൊക്കെ മാറിയ മാതിരി കണ്ടപ്പോൾ വഴി തെറ്റിയോ, ദ്വാരകൾക്ക് തന്നെ പോയോ എന്നൊക്കെ നമ്മൾ പറയാറുള്ളതാണ്. അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ പത്നി സർവാലങ്കാഭൂഷിതയായിട്ട് അവിടെ എന്താ പറയേണ്ടത്, ഒരു വലിയ കൊട്ടാരം പോലെ എന്തെല്ലൊക്കെ, ദ്വാരകയും ഇതും കൂടിയാൽ തമ്മിൽ മാറും, അത്ര പണമാണ്. അത് ഇറങ്ങി വന്ന് അവർ മുട്ടുകുത്തിയിട്ട് എന്നെ നമസ്കരിക്കാനേ പാടുള്ളൂ. സ്ത്രീകൾ സാഷ്ടാംഗം നമസ്കരിക്കാൻ പാടില്ല. നമസ്കരിച്ചു. അപ്പോൾ നോക്കിയപ്പോഴാണ് ഭാര്യയാണ്. എന്താ അതൊക്കെ ചോദിച്ചപ്പോൾ അവരുണ്ടായ കാര്യമൊക്കെ ഒന്ന് ഇന്നലെ വൈകുന്നേരമാണ് ഇങ്ങനെയൊക്കെ പെട്ടെന്ന് ഇവിടെ ഉണ്ടായതും വളരെ സന്തോഷമായി. ഇപ്പോൾ ഒരു പ്രശ്നം വരാണ്ട്. ഇത്തിരി മുമ്പേ പറഞ്ഞത് എനിക്ക് പണം തരാഞ്ഞത്
അങ്ങേയറ്റം അനുഗ്രഹം കൊണ്ടാണെന്ന് പറഞ്ഞല്ലോ. ഇപ്പം നോക്കുമ്പോൾ അപ്പടി പണം എന്നല്ല, പണത്തിൻ്റെ കൂടിൻ്റെ പൊള്ളരിക്കുന്നു. അപ്പോൾ അത് ദുഃഖമല്ലേ? അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് വളരെ നന്നായി ഈ തന്നത് പണം എന്നാണ്. കാരണം ഭഗവാന്റെ ഒരു അനുഗ്രഹം. എന്താ കാരണം? ഇനി ഭക്തന്മാരൊക്കെ വന്നാൽ അവർക്കൊക്കെ വേണ്ട സൗകര്യമൊക്കെ ചെയ്തു കൊടുക്കാനൊക്കെ എല്ലാ സൗകര്യമായി. മറ്റിപ്പോൾ എന്തെങ്കിലുമൊന്നും ഉണ്ടായിരുന്നില്ല. ഭഗവാന് വേണ്ടി എന്തെല്ലെങ്കിലും പൂജയോ മറ്റൊക്കെ നടത്തുന്ന ഇഷ്ടം പോലെ തനിക്കല്ല, ഭഗവാന് സമർപ്പിക്കാൻ വേണ്ടത്ര പണം കിട്ടിയെന്നാ. അപ്പോൾ ആദ്യം തരാഞ്ഞത് നന്ന് പറയും, അപ്പോൾ തന്നതും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭഗവാൻ തന്നാലും സന്തോഷം, തന്നില്ലെങ്കിലും സന്തോഷം. ഭഗവാന് സന്തോഷമാവണമെന്നല്ലാണ്ട് നമ്മുടെ കാര്യം അതിൽ വരരുത്. അത് വരാൻ വയ്യ. അവിടെ ഒരു പ്രത്യേക ശ്ലോകം അതിൻ്റെ. അപ്പം എന്താ പിന്നെ ഭഗവാൻ ഈ പറഞ്ഞ കാര്യം എനിക്ക് അവിടുന്ന് തന്നാൽ പോരെ, ഇവിടെ അങ്ങനെയൊക്കെ എത്രയൊക്കെ വേണോ? അതിനൊരു കാരണമുണ്ട് എന്ന് അദ്ദേഹം പറയണം. അതിനൊരു ഉദാഹരണം പറയാം. കുംഭമാസം കാലം, ആകെ ചൂട്. കർഷകന്മാർ പറമ്പിലൊക്കെ മരങ്ങളൊക്കെ അങ്ങനെ ഉണങ്ങുന്നുണ്ട്. അവരൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു മഴ കിട്ടിയാൽ തിരക്കില്ല. ഇന്ദ്രനോട് ഒന്ന് പറഞ്ഞു, ദേവതയോട്. എല്ലാവരും കിടന്നുറങ്ങി. രാത്രി അതിഗംഭീരമായൊരു മഴ. ആരും അറിഞ്ഞിട്ടില്ല. വിളിച്ചാൽ നമ്മൾ എണ്ണീട്ട് നോക്കുമ്പോൾ പറമ്പിലൊക്കെ വെള്ളം നിറച്ച് അത്ര വെള്ളം വന്നിരിക്കണം. അതെന്താ ഇതിങ്ങനെ ചെയ്യാൻ? പകൽ ഞങ്ങൾ ചോദിച്ചതല്ലേ, ഇതിന് രാത്രി പെയ്തത്? അതൊക്കെ ആ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അതോ അതിനൊരു കാരണം, മഴയ്ക്കൊരു നാണക്കെട്. ഇവർ ചോദിച്ചിട്ട് കൊടുക്കുമ്പോൾ കുറച്ച് കൊള്ളേ ഉള്ളൂ ഉണ്ടേലേ. അപ്പോൾ അത് അവരോട് മുമ്പിൽ വെച്ച് കൊടുക്കുമ്പോൾ എത്രയേ ഉള്ളൂ ചോദിച്ചാലോ. അപ്പോൾ അതറിയാണ്ട് അത് വേവിച്ചിട്ട് അത്രയേ ഇവരറിയാണ്ട് രാത്രി ഈ വെള്ളമൊക്കെ നിറഞ്ഞ് ആകെ വെള്ളപ്രളയമാക്കി വെക്കുന്നു എന്നുണ്ട്. അതുകൊണ്ട് താൻ കൊടുക്കുന്നത് എത്രയോ നിസ്സാരമാണ് എന്ന് ഈ മഴയുടെ ദേവത വിചാരിച്ചിട്ട് അറിയാണ്ട് കൊടുത്തളെ എന്ന് ചോദിച്ചില്ലേ. അതുപോലെയായിരിക്കാം ഭഗവാൻ ഈ കൊടുക്കുന്നത് കുറച്ചേ ഉള്ളൂ. അപ്പോൾ അത് നേരിട്ട് കൊടുത്താൽ അത്രയല്ലേ തരാൻ സാധിച്ചുള്ളൂ തോന്നേണ്ട ആഴ്ചയിലായിരിക്കും ഇവിടെ കൊണ്ടു തന്നത്. അതാണ് കാരണം. അതുകൊണ്ടല്ല സാധിക്കില്ല എന്ന് പറഞ്ഞ് പിന്നെ അവിടുത്തെ അങ്ങോട്ട് സന്തോഷമായിട്ട് ജീവിച്ചു. അവിടെ ഈശ്വര ഭജനം തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ ശേഷം കുറച്ച് ദിവസം ഈശ്വരനെ തന്നെ ഭജിച്ച് അദ്ദേഹം ഈ പരമഗതിയെ പ്രാപിച്ചു എന്നാണ് പറഞ്ഞ് അതിൻ്റെ അവസാന ശ്ലോകത്തിൽ പറഞ്ഞ് അങ്ങനെ ലംബടനല്ലാണ്ട്, ലംബടൻ എന്ന് പറഞ്ഞാൽ വിഷയഭോഗങ്ങൾ അനുഭവിക്കുന്ന ആളല്ലാണ്ട് പണ്ട് പറഞ്ഞ ആ വൈരാഗ്യവും കാര്യങ്ങളും ഒക്കെ ഉള്ള പോലെ തന്നെ ഇരുന്നതിന് ശേഷം ഇങ്ങനെ ഇരുന്ന് അദ്ദേഹം ഈശ്വരഗതിയെ പ്രാപിച്ചു. ഈ കഥ, ഈ ഭാഗം ആരാണോ ഭക്തിശ്രദ്ധയോടുകൂടി ശ്രവിക്കുന്നത്, സാധാരണ ആളുകളുടെയൊക്കെ വിചാരം കുചേലവൃത്തം അങ്ങനെ ശ്രദ്ധിച്ചാൽ ഒന്നുമില്ലെങ്കിൽ ഒരു 2 പവനെങ്കിലും നമുക്ക് കിട്ടുന്നതാണ് വിചാരം, കാശുണ്ടാവുന്നതാണ്. ഇവിടെ പറയുന്നത് ഏതത് ബ്രഹ്മണ്യദേവസ്യ ശ്രുത്വ ബ്രഹ്മണ്യതാം നര ലബ്ധഭാവോ ഭഗവതി കർമ്മബന്ധാൽ വിമുച്യതേ. ഇത് ആരാണോ കേൾക്കുന്നത് അയാൾ കർമ്മബന്ധത്തിൽ നിന്ന്, ഞാൻ ശരീരം മാത്രമാണ് എന്നുള്ള തെറ്റിദ്ധാരണയിൽ നിന്ന് മാറിയിട്ട് ആത്മഭാവത്തിലേക്ക് ഉയരും, ഈശ്വര മോക്ഷം സാധിക്കും എന്നല്ലാണ്ട് പണം ഉണ്ടാവുന്നതിൽ പറഞ്ഞിട്ടേ ഇല്ല. ഈ ഭാഗവത്തിൽ ഇല്ല. അപ്പം എന്തിനാ ഈ കഥ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആണ് ഈ കഥയുടെ ഉദ്ദേശം. ഒന്ന്, ഒരു യഥാർത്ഥ ഭക്തൻ ഒരിക്കലും ഭഗവാനോട് ഒന്നും യാചിക്കില്ല. ഏതുപോലെ എന്ന് പറഞ്ഞാൽ ഒരു നല്ല വലിയ കുടുംബത്തിലുള്ള അച്ഛൻ്റെ മകൻ ആ കുട്ടി ഒന്നും അച്ഛനോട് യാചിക്കണ്ട. കാരണം അറിയാഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുകൊടുക്കും. നമുക്ക് എന്താ വേണ്ടതെന്ന് ഇടയ്ക്ക് അങ്ങടെ അപ്പോൾ കുട്ടിക്കൊന്നും വേണ്ട, അല്ല എന്ത് കൊണ്ടുപോകും പറഞ്ഞിട്ട്. അതുപോലെ പരമഭക്തൻ ഒരിക്കലും ആ ഭഗവാനോട് യാചിക്കുന്നവനൊന്നും ഭക്തന് പറയാറായിട്ടില്ല. ഭക്തി ഉണ്ടാവാൻ മോശം പറയുന്നില്ല, ഭക്തി ഉണ്ടാവാനാണ്. പരമാർത്ഥ ഭക്തൻ ഒരിക്കലും ഭഗവാനോട് യാചിക്കില്ല. മാത്രമല്ല ആ ഭക്തനെ ഒരിക്കലും ഭഗവാൻ യാചിക്കാൻ അനുവദിക്കില്ല. ഭഗവാനോടും യാചിച്ചില്ല. 2, വേണ്ടി വന്നാൽ ഞാൻ ആ ഭക്തനോട് യാചിക്കും. അതും ഇവിടെ കാണിച്ചുവല്ലോ. ഭഗവാൻ അങ്ങോട്ട് യാചിക്കും, ഇങ്ങോട്ട് ആയിക്കില്ല. 3ാമത്തെ കാര്യം, ഇതെല്ലാം സാധിക്കുന്നത് ഗുരുനാഥൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ജീവിതത്തിൽ നമ്മളുടെ സമാധാനമാണെങ്കിൽ ഗുരുനാഥൻ്റെ അനുഗ്രഹം, ഗുരു അനുഗ്രഹിച്ചാൽ
സാധിക്കാത്ത യാതൊന്നുമില്ല. അപ്പോൾ അത്ര ബഹുമാനം ഉണ്ടാവണം ഗുരുനാഥന്. ആ ഗുരുനാഥനും എങ്ങനെയാണ്? ഗുരുനാഥനും ഒന്നും ആവശ്യമില്ല. സാധ്യവന് എന്താ ഈ ഗുരുദക്ഷിണ കൊണ്ട് ചോദിക്കും. അപ്പോൾ അദ്ദേഹം പറയും എനിക്കൊന്നും ആവശ്യമില്ല പറയും. അപ്പോൾ ഇങ്ങനെ മരിച്ചുപോയൊരു കുട്ടിയുണ്ട്, ആ കുട്ടിയെ കിട്ടിയാൽ തിരക്കില്ല എന്നാ ഭാര്യ പറയാം. എന്നിട്ട് മരിച്ചുപോയ കുട്ടിയെ കൊണ്ടുവന്ന് കൊടുക്കുക അവിടെ. ഇങ്ങനെ കേട്ട കഥ ഉണ്ടല്ലോ. ഇങ്ങനെ ഈ 2 അധ്യായം ഇതിന് ഒന്നിന് സുധാമാചരിതം എന്നും ആദ്യത്തേല്, രണ്ടാമത്തേന് പൃഥകദണ്ഡലോപാഖ്യാനം എന്നാണ്. കുചേലോപാഖ്യാനം എന്നൊന്നില്ല. ഏറ്റവും വിശുദ്ധമായ എനിക്ക് ഈ ദശപഥത്തിൽ 2 ഭാഗമായിട്ടുണ്ട്. അല്ല, അവസാനത്തെ ഭാഗത്തിലാണ് ഇത് വരുന്നത്. 80, 81 അധ്യായം. ഏതായാലും ഭക്തിയുടെ മഹത്വം കാണിക്കലാണ് ഈ 2 അധ്യായത്തിൻ്റെ ഉദ്ദേശം. ഇങ്ങനെ ഓരോ കഥകളിലും ഈ ഭാഗവതത്തിൽ മുഴുവനും ആദ്യം തന്നെ കൃഷി പറയും മുഹ്യന്തിയൽ സൂരയ എന്നൊരു വാക്കുണ്ടല്ലോ. ഹേ രാജാവേ, ഇതിലെ ഈ കഥകളൊക്കെ കേട്ടിട്ട് ഈ കഥയൊക്കെ ശരിയാണെന്ന് വിചാരിച്ചിട്ട് മഹാത്മാക്കളായിട്ടുള്ള പോലും മോഹിച്ചു പോലും തെറ്റിദ്ധരിക്കണം. ഇത് അതല്ല, ഇത് പരമമായ തത്വമാണ് ഗീത, ഈ ഭാഗവതം പറയുന്നത്. ഇത് മനസ്സിലാവുന്നില്ല. ഇനി ദ്വാദശത്തിൽ ഈ പറഞ്ഞ കഥകളെല്ലാം തന്നെ ഭഗവാന്റെ അല്ല, രാജാക്കന്മാരുടെ കഥകളാണല്ലോ. അതൊക്കെ വിജ്ഞാന വൈരാഗ്യം ഉണ്ടാക്കാനാണെന്നും ഭക്തി ഉണ്ടാക്കാനാണെന്നും അതൊന്നും പരമാർത്ഥമല്ല എന്നും പറയുന്നുണ്ട്. ശ്രീകൃഷ്ണ കഥകൾ പറയുന്നത് ഭക്തി വളർത്താനാണ്. ഇങ്ങനെ ഈ ഭാഗവത നമ്മൾ ആരെങ്കിലും മനസ്സിലാക്കട്ടെ വെച്ചിട്ടാണ് ഓരോ അധ്യായം. ഇവിടെ ഭക്തി എന്നുള്ളതിൻ്റെ അർത്ഥം തന്നെ ഇരക്കലെന്നല്ല, തുല്യതയാണ്. ഭഗവാനും ഭക്തനും ഒപ്പണം. അപ്പോൾ പിന്നെ ഇരക്കേണ്ട പ്രശ്നമല്ലല്ലോ. ഇരക്കലെപ്പോഴും താഴിലും മേലെ, ഉച്ചനീചത്തൊന്നും ഭക്തിയിലില്ല. അവർ തുല്യതയാണ്. സഖ്യഭക്തി എന്നൊന്നുണ്ടേനും അർജുനനും ഭഗവാൻ സഖ്യഭക്തിയാണല്ലോ. ഇത് അതിലും മേലെയാണ് ഈ ഇദ്ദേഹത്തിൻ്റെ. അവർ ഉദ്ധവർ അല്ലെങ്കിൽ ഈ കുചേലനെന്ന് പറയാം എന്നല്ലേ മനസ്സിലാവുള്ളൂ. അവരൊക്കെ ഈശ്വര തുല്യന്മാരാണ്, യാതൊരു വ്യത്യാസമില്ല. അത്ര മഹത്തായ ഒരു ഭാഗമാണ് ഈ ഭാഗവതത്തിലെ ഈ 2 അധ്യായം. ഇതുപോലെ എല്ലാം ശ്രദ്ധിച്ച് വായിച്ചാൽ അപ്പം നമുക്ക് മനസ്സിലാവും ഗീതയുടെ പൂരകം ആണ് ഭാഗവതം. ഗീതയിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞാൽ ഏകാദശിന്ന് വരും, അവിടെ ഉദ്ധവരായിട്ട് പറയുന്നുണ്ട്. അതിന് ഉദ്ധവ ഗീത എന്ന് പറയാം. അർജുനനേക്കാൾ മഹാനാണ് ഈ ഉദ്ധവരെ. ഉദ്ധവോ ബുദ്ധിസത്തമ, ബുദ്ധിമാന്മാരുടെ ചുകാന അദ്ദേഹത്തിനാ പറഞ്ഞത്. ആ ഇതും കൂടി വായിക്കുമ്പോൾ പൂർണ്ണത വരും. അങ്ങനെ വന്നിട്ട് അവിടെ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ എന്നാണല്ലോ പറയുക. എന്നെ തന്നെ ശരണം പ്രാപിക്കേ. അതന്നെയാണ് ഭാഗവതവും പറഞ്ഞത്. ഈ കഥകളൊക്കെ വിട്ടിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. ബ്രഹ്മപ്രളയം തോന്നുന്നുണ്ട്. ഞാൻ ആശ്രയം എന്നുള്ളത് ആരാണത്? പരമമായ ബോധം. അതാണ് പ്രജ്ഞാനം ബ്രഹ്മം എന്നുള്ളത്. അതിൻ്റെ അത് കഥ. ആ ഈശ്വരൻ അത് മാത്രമേ ഇവിടെ ഉള്ളൂ. അതിന് ഭാവിച്ചാൽ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവും. അതല്ലേ വേണ്ടത്. പുറം പണം ഉണ്ടായിട്ട് നേരെ സമ്യക് ആവുമുള്ള ആധാനം വേണ്ട പോലെ ഇരിക്കുക. എന്താ അതിൻ്റെ അർത്ഥം? ഞാൻ ആത്മാവാണ് എന്ന് അറിഞ്ഞ് ഇരിക്കുക. ഇത് സാധിക്കലാണ് ഭാഗവതത്തിൻ്റെ പ്രയോജനം, കൈവല്യൈക പ്രയോജനം എന്ന് പറയും. ഇത്രയും ശ്രദ്ധിച്ച് ഒരുപാട് കഥകളുണ്ട്. ഒരു കഥ പറഞ്ഞു. ഇത് അതുകൊണ്ട് വേണം ഓരോ കഥ വായിക്കുമ്പോഴും അതിലത്തെ തത്വം നമ്മളെടുത്തിട്ട്, കഥ വേണ്ടെന്ന് പറയില്ല, കുട്ടികൾക്ക് കഥ ആവശ്യമാണ്. ആ കഥയുടെ സാരം നമ്മൾക്ക് സമാധാനം ഉണ്ടാവലാണ്. അല്ലാണ്ട് നമ്മളെ ചെറുപ്പിക്കാനുള്ളതല്ല. ഈ എന്താ പറയുക, ഇക്കിളിയാക്കി ചെറുപ്പിക്കില്ലേ, അതുകൊണ്ട് കാര്യമില്ലല്ലോ. നല്ലോണം ഭക്ഷണം തന്നൊരു ചെറുപ്പിക്കലില്ലേ. ഭാഗവത ഇക്കിളിയാക്കി ചെറുപ്പിക്കുന്ന ഒരു പുസ്തകമല്ല. നല്ല ബുദ്ധിക്ക് നല്ല ഭക്ഷണം തന്നിട്ട് ആനന്ദം ഉണ്ടാക്കണം. ഇതാണ് അത്. നമുക്ക് എല്ലാവർക്കും കേൾക്കാനും പഠിക്കാനും അതുപോലെ ജീവിച്ചിട്ട് ശാന്തി സമാധാനം ഉണ്ടാവാനും സാധിക്കട്ടെ എന്ന് വിചാരിക്കാം. ഹരി ഓം. ശാന്തി ശാന്തി ശാന്തി.